Welcome back to my channel. നമസ്കാരം. ഇപ്പോൾ നമ്മൾ വെച്ചാൽ ഒരു ക്യാഷ് വീഡിയോ ആണ്. എന്താണ് വീഡിയോ വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേക്ക് അടിക്കുന്ന ആളെ നമുക്ക് നമ്മുടെ ഫോൺ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ വെച്ചാൽ നമ്മുടെ ഫോണിൽ ക്രോം ബ്രൗസർ ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കൂടി നേരെ വിളിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചെയ്യുന്ന നമുക്ക് ക്രോം ബ്രൗസർ ഉപയോഗിച്ചാണ്. ക്രോം ബ്രൗസറിൽ നമ്മുടെ YT സ്റ്റുഡിയോ അല്ലെങ്കിൽ ഹോം YT സ്റ്റുഡിയോ എന്നൊക്കെ പറയും. അതിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുമ്പം നമുക്ക് അവിടെ നിന്ന് ഡിസ്ലൈക്ക് അടിച്ചവർ ലൈക്ക് അടിച്ചവർ എല്ലാവരും കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ ഇൻഫർമേഷനും അവിടെ നിന്ന് ലഭിക്കും. പക്ഷെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ലൈക്ക് അടിച്ച ആരാണ്, സബ്സ്ക്രൈബ് ചെയ്ത ആളാണ് ഡിസ്ലൈക്ക് അടിച്ചത്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് ഡിസ്ലൈക്ക് അടിച്ചത്, നമ്മൾ ഹേറ്റേഴ്സ് ഉണ്ടോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കിടക്കും. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, ഇട്ട 2-3 മിനിറ്റിൽ തന്നെ ഡിസ്ലൈക്ക് അടിക്കാനായിട്ട് ആൾക്കാർ ഓടി വരുന്നത്. എന്താ ചെയ്യുക, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇട്ട് അപ്ലോഡ് ചെയ്ത് എത്ര പണിയുണ്ട് ഒരു വീഡിയോ എടുത്തിടാൻ. അതിനുശേഷം എന്തിനാണ് ഡിസ്ലൈക്ക് അടിക്കുന്നത്? എന്തെങ്കിലും തെറ്റും കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. വെറുതെ ഡിസ്ലൈക്ക് അടിച്ച് നമ്മളെ ഇൻസ്പിറേഷൻ കളയണ്ട. നമുക്ക് എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇടുമ്പോൾ നമുക്കത് ഡിസ്ലൈക്ക് അടിക്കുമ്പോൾ അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാവും, നമുക്ക് ഒരു മൈൻഡിന് ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഴുന്ന കാര്യം അടുത്തതിൽ ഇടാൻ പറ്റൂല. അതുകൊണ്ട് ഡിസ്ലൈക്ക് അടിക്കുന്ന ആൾ ദയവായി ഡിസ്ലൈക്ക് അടിക്കാതിരിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ അതൊക്കെ വിടാൻ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കടങ്ങേണ്ടത് വെച്ചാൽ നമ്മൾ ക്രോം ബ്രൗസർ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസറിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഹോം പേജിലായിട്ട് യൂട്യൂബ് എന്ന ഓപ്ഷൻ, ഹോം യൂട്യൂബ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് നമ്മുടെ സൈറ്റ് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്രോം ഡെസ്ക്ടോപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മുകളിലേക്ക് കുറച്ച് സൂം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലോഗോ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്തിട്ട് യുവർ ചാനൽ എന്നിട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടേക്ക് നമ്മുടെ ചാനലിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് പ്ലേ ചെയ്ത് തന്നെയാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കസ്റ്റം ചാനൽ ഉണ്ടാവും. കസ്റ്റം ചാനൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ YT സ്റ്റുഡിയോ, ക്രോമിൽ തന്നെയുള്ള YT സ്റ്റുഡിയോ ആണ്. ഇതിന് ശേഷം നമുക്കിവിടെ മുകളിലായിട്ട് പ്ലേലിസ്റ്റിൻ്റെ താഴെയായിട്ട് അനാലിറ്റിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ ഓപ്ഷൻ കിട്ടും. നമ്മുടെ വ്യൂവേഴ്സും വാച്ച് ടൈംസ്, റവന്യൂ എല്ലാം ഇവിടെ കാണുന്നുണ്ടാവും. പക്ഷേ റവന്യൂ ഞാൻ കാണിക്കുന്നില്ല ഗൈസ്. ഓക്കെ, റവന്യൂ കാണിച്ചുവിടാന്നാണ്. അപ്പം റവന്യൂ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ബ്ലർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം എന്താ വെച്ചാൽ ഇവിടെ അടിയിലോട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സി മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് കഴിയാൻ പെട്ടെന്ന് എത്തുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മുടെ ടോപ്പ് വീഡിയോ ഏതാണ്, ഏറ്റവും കൂടുതൽ വ്യൂസ്, വാച്ച് ടൈംസ്, സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എല്ലാം കാണാൻ സാധിക്കും. പിന്നെ മുകളിലായിട്ട് നമുക്ക് എത്ര ദിവസം കൊണ്ടാണ്, 28, ഒരു മാസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട്, അങ്ങനത്തെ എല്ലാ ഓപ്ഷനും അവിടെ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് ഒന്നുമല്ല നോക്കണ്ട, നമുക്ക് ഡിസ്ലൈക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം മുകളിലായിട്ട് സെലക്ട് സെക്കൻഡറി മെട്രിക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസ് എത്തും. അപ്പോൾ ഇവിടെ മോർ മെട്രിക്സ് എന്നുള്ള ഓപ്ഷൻ അടിയിൽ കാണാൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഡിസ്ലൈക്കും ലൈക്കൊക്കെ നോക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും സബ്സ്ക്രൈബേഴ്സ് ലോസ്റ്റ്, ലൈക്ക് വേഴ്സസ് ഡിസ്ലൈക്ക്, ഷെയർസ്, കമൻറ്റ്, ആഡഡ്. അതിൽ നമുക്ക് ഡിസ്ലൈക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡിസ്ലൈക്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് വേറെ ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഡിസ്ലൈക്ക് കിട്ടി, എത്ര ലൈക്ക് കിട്ടി നമുക്ക് ഇവിടെ കാണിച്ചു തരും. ലൈക്ക് ഇല്ല, സോറി കേസ്. അപ്പോൾ ഡിസ്ലൈക്കൊക്കെ എത്ര കിട്ടി നമുക്ക് കാണിച്ചു തരും ഇവിടുന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം നോക്കാം. നമുക്ക് ഏത് വീഡിയോ ആയാലും ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയ ഏതാണ് വീഡിയോ, എല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നതാണ്. ആ വീഡിയോത്തെ വാച്ച് ടൈംസ് എത്രയാ, ആ വീഡിയോത്തെ ലൈക്ക് എത്രയാ, നമ്മുടെ ഷെയർസ് എത്രയാ, കമൻറ്റ്സ് എത്രയാ, എല്ലാം ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഏതാ ടോപ്പ് വീഡിയോ, ഏതാണ് ടോപ്പ് ഡിസ്ലൈക്ക് വീഡിയോ, ടോപ്പ് ലൈക്ക് വീഡിയോ നമുക്ക് ഇവിടെ തന്നെ കാണിക്കാൻ പറ്റും. ടോട്ടലായിട്ട് ഇവിടെ സൈഡിലായിട്ട് എല്ലാ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോ ഇവിടെ സൈഡിൽ തന്നെ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയാൽ നമുക്ക് ഇവിടെ ജിയോഗ്രഫീൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ജിയോഗ്രഫീൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് എത്തും. നമ്മുടെ രാജ്യത്തിൻ്റെ കുറച്ച് കണക്കൊക്കെ വരും. ഇവിടെ ഇന്ത്യ, കുറേ രാജ്യങ്ങളുണ്ട്. നമുക്ക് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അല്ല പുറമേ നിന്നുള്ള രാജ്യങ്ങൾ നമുക്ക് വ്യൂസ് കിട്ടുന്നത് നോക്കി. അപ്പോൾ ഇവിടെ എനിക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് വ്യൂസ് കിട്ടുന്നത്. പുറമേ രാജ്യത്തിന് കുറച്ച് ശതമാനം മാത്രമേ കിട്ടുന്നുള്ളൂ. അറേബ്യൻ രാജ്യത്തിനായിട്ടാണ് കുറച്ച് ശതമാനം വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയ ശേഷം നമുക്ക് ഡിസ്ലൈക്കിൻ്റെ ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഡിസ്ലൈക്കിൻ്റെ ഓപ്ഷനിൽ പോകുമ്പോൾ നമ്മളിവിടെ മുകളിലായിട്ട് ഡേറ്റിൻ്റെ ഇപ്പറായിട്ട് മോറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്റ്റാറ്റസ്, സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത 393 ആൾക്കാർ നമ്മുടെ ഈ മാസം നമുക്ക് ഡിസ്ലൈക്ക് അടിച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഗൈസ്.
അപ്പം എന്തിനാണെന്നറിയില്ല, വെറുതെ വരിക, വീഡിയോ കാണുക, ഡിസ്ലൈക്ക് അടിക്കുക, പോവുക, അങ്ങനെയാണ് തോന്നുന്നു. ഇപ്പം നമുക്ക് ഡേറ്റ് ഒന്ന് മാറ്റി നോക്കാം, ലാസ്റ്റ് ലൈഫ് ടൈമിലേക്ക് നോക്കാം. അപ്പോൾ ഏകദേശം എനിക്കിവിടെ ഡിസ്ലൈക്ക് കിട്ടിയത് ലൈഫ് ടൈം തുടങ്ങിയ മുതൽ എനിക്കിവിടെ കിട്ടിയത് 2821 ഡിസ്ലൈക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവസാനത്തെ ഒരാഴ്ചയിലേക്ക് വന്ന് നോക്കി, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 108 ഡിസ്ലൈക്ക് കിട്ടിയിട്ടുണ്ട്. 99 പേർ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തന്നെയാണ് ഡിസ്ലൈക്ക് അടിച്ചിരിക്കുന്നത്. അതിൽ 9 പേര് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഡിസ്ലൈക്ക് അടിച്ചത്. അവർക്ക് എന്തെങ്കിലും തെറ്റും കുറവും കണ്ടെത്തുണ്ടാവും, അവിടെ ഡിസ്ലൈക്ക് അടിച്ചത് സബ്സ്ക്രൈബ് ചെയ്താൽ. ബാക്കി സബ്സ്ക്രൈബ് ചെയ്യാത്ത 99 പേരും വെറുതെ വന്നിട്ട് ഈ അയച്ചിട്ട വീഡിയോക്ക് മൊത്തമായിട്ടാണ് ഡിസ്ലൈക്ക് അടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, അവരോട് തന്നെ ചോദിക്കേണ്ടി, ഡിസ്ലൈക്ക് അടിക്കുന്ന ആൾക്കാരോട് ചോദിക്കേണ്ടി വരും എന്തിനാണ് ഡിസ്ലൈക്ക് അടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, വാച്ച് ടൈംസിൻ്റെയും അതുപോലെ മോർ മെട്രിക്സ് പോയിട്ട് നമുക്ക് ലൈക്കിൻ്റെ ഒന്ന് നോക്കി നോക്കാം. ലൈക്ക് നമുക്കിവിടെ പോയാൽ നമുക്ക് ഈ 7 ദിവസം കൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വരെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ഏകദേശം 290 ഏകദേശം അത്രയും 200-ന് മുകളിൽ ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചോദിച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നഷ്ടപ്പെടാനില്ല, ബട്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറേ ഇൻഫോർമേറ്റീവായ വീഡിയോ ഒക്കെ അടുത്തടുത്ത് വരുന്നതായിരിക്കും. നല്ല ഗിവ് അവേയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് തീർക്കാൻ, എന്നാലേ നോട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ 200-ന് മുകളിൽ ലൈക്ക് എടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് കിട്ടൽ കുറവാണ് കേസ്. അപ്പോൾ ഞാനിവിടെ 7 ദിവസം ഒന്ന് കളഞ്ഞിട്ട് ലൈഫ് ടൈമിലേക്ക് എത്ര ലൈക്ക് കിട്ടി നോക്കുമ്പോൾ ഏകദേശം എനിക്ക് 6421 ലൈക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട് കേസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഏകദേശം 4000-അധികം സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവരാരെങ്കിലും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം റോഡ് ടു 5K സബ്സ്ക്രൈബേഴ്സാണ്. എങ്ങനെയെങ്കിലും ഒന്ന് 5K സബ്സ്ക്രൈബേഴ്സ് ആക്കി തരിക ഫ്രണ്ട്സ്. ഇപ്പോൾ ഒരു കാര്യം, നിങ്ങൾക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അതിനപ്പുറത്തെ വീഡിയോ എന്താണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കുക. ഇൻഫോർമേറ്റീവായ ടെക്നോളജി എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. നമുക്ക് നേരെ ഔട്ട്ഡോറിലേക്ക് കിടക്കും ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫോർമേറ്റീവ് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇൻഫോർമേറ്റീവ് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോ പോയിട്ട് നിങ്ങൾക്ക് ആ ഡിസ്ലൈക്ക് അടിക്കുന്ന വെച്ചാൽ അവർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്താണോ സബ്സ്ക്രൈബ് ചെയ്യാത്താണോ നമുക്ക് ഹേറ്റേഴ്സിൻ്റെ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവരോടാണെങ്കിൽ എല്ലാവരും കൂടെ എനേബിൾ ചേർക്കുക. അപ്പോൾ ഇന്നലെ കിടക്കാച്ച വീഡിയോ ഇൻഫോർമേറ്റീവ് ഒക്കെ വീഡിയോയ്ക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ അജു സൈനിങ് ഔട്ട്.